പോണ്ടിച്ചേരിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണൂ. ഇന്ത്യയിലെ ഫ്രഞ്ച് ക്യാപിറ്റലാണ് പോണ്ടിച്ചേരി. ബേ ഓഫ് ബംഗാളിലെ ഈസ്റ്റ് കോസ്റ്റ് സൈഡിലാണ് പോണ്ടിച്ചേരി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 8 യൂണിയൻ ടെറിട്ടറികളിൽ ഒന്നാണ് പോണ്ടിച്ചേരി. വൈറ്റ് ടൗൺ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് കോളനിയിലേക്കാണ് ആദ്യത്തെ യാത്ര. ഇവിടെ എത്തുമ്പോൾ മറ്റൊരു രാജ്യത്തെത്തിയ പോലെ ഒരു അനുഭവമാണ്. സ്ട്രീറ്റുകളുടെ പേരായാലും വീടുകളുടെ പേരായാലും ഫ്രഞ്ച് ഭാഷയിൽ രേഖപ്പെടുത്തിയതായി കാണാം. വീടുകളെല്ലാം വളരെ വൈബ്രന്റ് ആയ കളേഴ്സിൽ പെയിന്റ് ചെയ്തും പൂക്കളും ചെടികളും പൂന്തോട്ടങ്ങളും ഒക്കെ വെച്ചുപിടിപ്പിച്ചും മനോഹരമാക്കിയിരിക്കുന്നു. വിൻഡോസും ഡോഴ്സും എല്ലാം ഫ്രഞ്ച് ആർക്കിടെക്ചറിലാണ് പണിതിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഫ്രഞ്ച് ടൗൺ. അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടുകൾക്കും വെഡ്ഡിംഗ് ഷൂട്ടുകൾക്കും പ്രിയങ്കരമായ സ്ഥലമാണിവിടം. ഫ്രഞ്ച് ആധിപത്യമുള്ള ഈ ടൗൺഷിപ്പിനെ വൈറ്റ് ടൗൺ എന്നും മറുഭാഗത്തെ ബ്ലാക്ക് ടൗൺ എന്നും വിളിക്കുന്നു. ഓഥന്റിക് ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ഹോട്ടലുകൾ ഇവിടെ കാണാം. ഈ ഹോട്ടലുകളിലെ താമസത്തിന് 5000 മുതൽ 8000 രൂപ വരെ പെർ നൈറ്റ് ഈടാക്കുന്നുണ്ട്. 1674 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോണ്ടിച്ചേരിയിൽ ഒരു ട്രേഡിംഗ് സെന്റർ തുടങ്ങുകയും പിന്നീട് അത് ഇന്ത്യയിലെ ചീഫ് ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആവുകയും ചെയ്തു. 1962 ഫ്രഞ്ച് പോണ്ടിച്ചേരി വിടുമ്പോൾ അന്നത്തെ പോണ്ടിച്ചേരിയിലെ ലോക്കൽസിന് ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു ഓഫർ വെക്കുകയും 6000-ഓളം ഇന്ത്യക്കാർ അത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പോണ്ടിച്ചേരിയിൽ 5500 മീതെ ഫ്രഞ്ച് ആളുകൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പോടെ ഫ്രഞ്ച് പാർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരിയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ തികച്ചും മിക്സഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രാൻസിലെ ആഘോഷങ്ങളായാലും ഇന്ത്യയിലെ ഫെസ്റ്റിവൽസ് ആയാലും ഇവിടെ ഒരുപോലെ ആഘോഷിക്കുന്നു. ഇവിടുത്തെ ഫ്രഞ്ച് എംബസിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇവിടെ വസിക്കുന്ന ഫ്രഞ്ച് ആളുകൾ ഫ്രാൻസിൽ പോയി ചെറിയ ജോലികൾ ചെയ്ത് സമ്പാദിക്കുന്ന പണം പോണ്ടിച്ചേരിയിൽ വന്ന് ദൂർത്തടിക്കുകയും ഇവിടെ അവർക്കായിട്ടുള്ള വീടുകൾ ഹോം സ്റ്റേ ആയും കഫേകളായും മാറ്റുകയും ചെയ്തിരിക്കുന്നു. ധാരാളം പാർക്കുകളും ഈ ഫ്രഞ്ച് ടൗണിന് ചുറ്റുമായിട്ട് അവർ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഓറോബിന്ദോ ആശ്രമം 1926 ഓറോബിന്ദോയും മദർ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ലേഡിയായ മിഡ അൽഫാസയും കൂടി ആശ്രമം പണിതത്. ഫ്രീഡം ഫൈറ്ററായിരുന്ന ഓറോബിന്ദോ പിന്നീട് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുകയും പോണ്ടിച്ചേരിയിൽ സെറ്റിൽ ആവുകയും ചെയ്തു. ഈ ആശ്രമം ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, അതുകൊണ്ട് അകത്ത് വീഡിയോ ഷൂട്ട് സാധ്യമല്ല. അതിനകത്ത് തന്നെയാണ് ഓറോബിന്ദോയുടെ സമാധിയും. 2000-ഓളം മെമ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റിയാണ് ഇത് നടത്തിവരുന്നത്. ആശ്രമത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. ഡ്രസ്സ്, ലൈബ്രറി, ഫുഡ്, താമസ സ്ഥലം, മെഡിക്കൽ കെയർ ഇതൊക്കെ ആശ്രമം തന്നെയാണ് നോക്കുന്നത്. മ്യൂസിക്, ഡാൻസ്, തിയേറ്റർ, മെഡിറ്റേഷൻ, യോഗ, സ്വിമ്മിംഗ് എന്നിവയും അവർ പഠിപ്പിക്കുന്നു. 400-ഓളം ബിൽഡിംഗുകൾ 1955 സ്ഥാപിതമായ ഓറോബിന്ദോ ട്രസ്റ്റിന്റെ പേരിൽ പോണ്ടിച്ചേരിയുടെ പല ഭാഗങ്ങളിലായുണ്ട്. ഈ ആശ്രമത്തിൽ മതം, ജാതി, നിറം എന്നിങ്ങനെ ഒന്നിന്റെയും റെസ്ട്രിക്ഷൻ ഇല്ലാതെ പോകാൻ കഴിയും. വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. ഒരു ഇന്റഗ്രൽ യോഗ എന്ന കോൺസെപ്റ്റാണ് അവിടെ നടപ്പാക്കിയിരിക്കുന്നത്. ബീച്ചുകൾക്ക് പേരുകേട്ട സ്ഥലമാണ് പോണ്ടിച്ചേരി. റോക്ക് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പ്രൊമനേഡ് ബീച്ച് എന്നും അറിയപ്പെടുന്നു. ഈ ബീച്ചിന്റെ കോസ്റ്റൽ ലൈൻ അറൌണ്ട് 1.5 കിലോമീറ്റർ ലോങ് ആണ്. ലോക്കൽസിന്റെ ഇടയിൽ ഈ ബീച്ച് വളരെ ഫേമസ് ആണ്. മോർണിംഗ് ആൻഡ് ഈവനിംഗ് വാക്ക് ചെയ്യാനായി ധാരാളം പേര് ഇവിടെ വരും. ഈ ബീച്ചിൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാനാകില്ല. അതിനുവേണ്ടി മറ്റ് ബീച്ചുകളുണ്ട്. പോണ്ടിച്ചേരിയിലെ ഫേമസ് ആയ മറ്റ് ബീച്ചുകൾ പാരഡൈസ് ബീച്ച്, സെറനിറ്റി ബീച്ച്, ഈഡൻ ബീച്ച്, കരൈക്കൽ ബീച്ച് എന്നിവയാണ്. പോണ്ടിച്ചേരി ഗവൺമെന്റ് ബീച്ച് ടൂറിസം നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റോക്ക് ബീച്ചിലാണ് ഈ ട്രിബ്യൂട്ട് വാൾ ഉള്ളത്. 75th ഇൻഡിപെൻഡൻസ് ഡേ ആനിവേഴ്സറിക്ക് വേണ്ടി പോണ്ടിച്ചേരി ഗവൺമെന്റ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേരെഴുതി വെക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള വാളാണിത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സോൾജിയേഴ്സിന്റെ പേരുകളുണ്ട് അവിടെ. സ്വാഭാവികമായും മലയാളികളുണ്ടോ എന്ന് നോക്കി. കേരളത്തിൽ നിന്നും ധാരാളം സോൾജിയേഴ്സ് ഈ വാളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കറിന്റെ മണിമണ്ഡപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു വയസ്സായ ആൾ അവിടെ ഇരുന്ന് അംബേദ്കറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഫ്രഞ്ച് വാർ നടന്നപ്പോൾ ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായ സോൾജിയേഴ്സിന് വേണ്ടി പോണ്ടിച്ചേരി ഗവൺമെന്റ് നിർമ്മിച്ചതാണിത്. ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ഫ്രഞ്ച് പട്ടാളക്കാരെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രഞ്ച് വാർ മെമ്മോറിയൽ.
ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ടെങ്കിലും പബ്ലിക്കിന് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. 100 വർഷത്തോളം പഴക്കമുള്ള ബസിലിക്ക ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന പള്ളിയിലേക്കാണ് അടുത്തതായി ഞങ്ങൾ പോയത്. റെയിൽവേ സ്റ്റേഷൻ അടുത്തായി MG റോഡ് ഏരിയയിലുള്ള ഒരു പള്ളിയാണിത്. കുറെ സ്കൂൾ കുട്ടികൾ ട്രാഫിക് പോലീസിന്റെ ഓഫീസിലേക്ക് മാർച്ച് പാസ്റ്റ് ചെയ്തു പോകുന്നത് കണ്ടു. അവിടുത്തെ ട്രാഫിക് പോലീസിന്റെ വേഷവിധാനം നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. വെള്ള ഷർട്ടും വെള്ള പാന്റും കൂടെ ചുവന്ന കളറിലുള്ള തൊപ്പിയും. ഒരുപാട് കടകൾ ഈ മാർക്കറ്റിലുണ്ട്. ഡ്രസ് എല്ലാം വളരെ ചീപ്പ് പ്രൈസിലാണ് ഇവിടെ കിട്ടുന്നത്. പകൽ സമയത്ത് ഇവിടെയെല്ലാം ഒഴിഞ്ഞുകിടക്കും. രാത്രിയിലാണ് കച്ചവടം നടക്കുന്നത്. ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ വിനായകർ കോവിൽ കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് അമ്പലം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അമ്പലത്തോട് ചേർന്ന് തന്നെ പൂജാസാധനങ്ങൾ വിൽക്കുന്നതിനായി കടകൾ വെച്ചിരിക്കുന്നതായി കാണാം. ഈ ഗ്രാൻഡ് ബേക്കറിയാണ് പോണ്ടിച്ചേരിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബേക്കറി. അവിടെ ചെന്നപ്പോൾ മലയാളികളാണ് നടത്തിപ്പുകാർ. ഫ്രഷായി ബേക്ക് ചെയ്ത കേക്ക്സ്, സ്നാക്സ്, ബ്രെഡ് എന്നിവയാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. മദ്യത്തിനെല്ലാം നല്ല വിലക്കുറവായതുകൊണ്ട് ധാരാളം മദ്യഷോപ്പുകളും കാണാം. രാത്രിയായാൽ തട്ടുകടകളെല്ലാം ആക്റ്റീവ് ആകും. എവിടെ പോയാലും മലയാളികൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടാൽ വിടില്ലല്ലോ. കൗതുകം കൊണ്ട് കയറി നോക്കിയതാണ് ഈ 1958 സ്ഥാപിതമായ ഇന്ത്യൻ കോഫി ഹൗസിൽ. പക്ഷേ നിരാശയായിരുന്നു ഫലം. മീൽസ് ആണ് ഓർഡർ ചെയ്തത്. നമ്മുടേതായ രീതിയിലുള്ള ഒന്നും തന്നെ അവിടെ നമുക്ക് കിട്ടിയില്ല. ഇറ്റ്സി ബൈ ട്രിബുന്റെ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 2000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഓരോ വില്ലയെയും മാതൃമന്ത്രിനെയും കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്.